എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു പിക്ചർ, അതായത് ഒരു പോസ്റ്റർ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്ക്. മെഹർമന്തി ആൻഡ് ഗ്രിൽസ് എന്ന ഒരു സ്ഥാപനം വിഷു ദിനത്തിൽ നൽകിയിട്ടുള്ള ഒരു ആശംസ കാർഡാണിത്. ഈ കാർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ പടം, അതോടൊപ്പം തന്നെ വാഴയിലയിൽ ബിരിയാണി, അതിൻ്റെ മുകളിലായിട്ടൊരു ചിക്കൻ ഫ്രൈ, എന്നിട്ട് എഴുതിയിരിക്കുകയാണ് ഹാപ്പി വിഷു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. 95 39 23 34 33 ഒന്നാമത്തെ ഫോൺ നമ്പറാണ്. ഇത് വളരെ ബോധപൂർവം ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ചിലർ ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജ് എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര്. ചേർത്തല മനോരമ കവലയ്ക്ക് വടക്കുവശത്തുള്ള മെഹർമന്തി ആൻഡ് ഗ്രിൽസ് എന്ന സ്ഥാപനത്തിൻ്റെ വിഷു ആശംസ കാർഡാണിത്. ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ബിരിയാണി വെച്ച് അതിന്മേൽ ചിക്കൻ ഫ്രൈ വെച്ച് ചിത്രം വിഷു ആശംസ കാർഡാക്കി ഇറക്കിയിരിക്കുന്നു. ഇത് കേവലം വിഷു ആശംസ കാർഡ് മാത്രമാണോ? ഹിന്ദു ആരാധനാലയങ്ങളെയും ഹിന്ദു ആരാധനാമൂർത്തികളെയും ഇത്ര ഹീനമായി ചിത്രീകരിക്കാൻ ഇവർക്ക് ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരം മാത്രമേ ഇതിനുള്ളൂ: ഹിന്ദുക്കൾ നിശബ്ദരാണ്. ഇത് അന്യമതസ്ഥരുടെ ഒരു സംഭവമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്? എത്രമാത്രം ഗതികേടാണ് കേരളത്തിലെ ഹിന്ദു അനുഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. ഈ തെമ്മാടിത്തരത്തിനെതിരെ ഹിന്ദു ഒറ്റക്കെട്ടാകണം. വാസ്തവത്തിൽ ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉദിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ടായിരുന്നെങ്കിലോ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ബോധപൂർവം ഹിന്ദുക്കളെ അവഹേളിക്കാൻ വേണ്ടി ചില ഇസ്ലാമിക് മത തീവ്രവാദികളുടെ സപ്പോർട്ടോടുകൂടി നടത്തുന്ന ബോധപൂർവമായ ഇടപെടലാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഷിയാസ് കരീം എന്ന ഒരു വ്യക്തി ഒരു ഹിന്ദു സ്ത്രീയോട് ബീഫ് കഴിക്കാൻ അവരെ നിർബന്ധിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഒരു പാർട്ടിയല്ലേ, തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. ഞാനും ആദ്യം അത് വിചാരിച്ചു, ഇത് തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. പക്ഷേ അദ്ദേഹം പിന്നീടത് പറയുന്നുണ്ട്, ഞാനിത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, തമാശ പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അതൊരു തമാശയായിട്ട് തള്ളിക്കളയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഓരോ ജിഹാദിയുടെയും മനസ്സിൽ എത്രമാത്രം ഹൈന്ദവ വിരോധവും ക്രൈസ്തവ വിരോധവും കുടികൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണങ്ങളാണിത്. 28% മാത്രമുള്ള ഈ സമൂഹം കേരളത്തിൽ ഒരു 40% 50% ആയി മാറിയാൽ കേരളം നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എത്ര വലുതായിരിക്കും? നാഴിക്ക് 40 വട്ടവും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തെറി പറയുന്ന കുറേ ആളുകളുണ്ട്. അവരെ കാണാനില്ല. ഹസൻ കോയ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. നാഴിക്ക് 40 വട്ടവും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തെറി പറയുന്ന ഒരുത്തനാണ്. സൂരി അൻസാരി ആലപ്പുഴ എന്ന് പറയുന്ന ഒരു പക്ക ഇസ്ലാമിക് മത തീവ്രവാദിയുണ്ട്. അതുപോലെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ മുഴിമരിഞ്ഞിലിനെ പോലെ പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുന്ന ഒരവസരവാദിയുണ്ട്. ഇവരുടെ എല്ലാം ആത്യന്തികമായ ടാർഗറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ജിഹാദിക്കും, ഒരു ഇസ്ലാമിക് ജിഹാദിക്കും മറ്റു മതത്തെ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണ് ഈ വിഷു ദിനത്തിൽ ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീ ഒരു വിഷു ആശംസ നൽകിയതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഈ സ്ത്രീക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്
ഇവർക്ക് എന്തെങ്കിലും ഒരു മതസഹിഷ്ണുതയോ അല്ലെങ്കിൽ മറ്റു മതങ്ങളോടുള്ള ഒരു ബഹുമാനമോ ഇവർക്കുണ്ടോ? ഒരിക്കലുമില്ല. അവർക്കൊരിക്കലും ഉണ്ടാകുകയുമില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും മറ്റുള്ള മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കാം, അവൻ്റെ മതവികാരം എങ്ങനെ വ്രണപ്പെടുത്താം, അവനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ വിഷു ദിനത്തിൽ ബോധപൂർവം ഇത്തരം ഒരു പോസ്റ്ററുകൾ ഉണ്ടാക്കി വിടുമോ? ഇത് കേവലം ഇവരുടെ അറിവോടുകൂടി മാത്രമല്ല, ഇത് ഇവരുടെ മതപണ്ഡിതന്മാർക്കും ഇവരുടെ പ്രമുഖന്മാരായ വ്യക്തികൾക്കും നല്ല അറിവോടുകൂടിയാണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാൽ പൂച്ചയുടെ വിചാരം ആരും അറിയുന്നില്ലെന്നുള്ളതാണ്. വളരെ കൃത്യമായി തന്നെ ഈ ജിഹാദികൾ മറ്റു മതങ്ങൾക്കെതിരെ നടത്തുന്ന അതിക്രമം കൃത്യമായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്. അത് വാക്കിലൂടെയാണെങ്കിൽ ഇതുപോലുള്ള പോസ്റ്ററിലൂടെയാണെങ്കിലും. എന്തായാലും ഇത് അത്യന്തം ഹീനവും പൈശാചികവും കുൽസിതവുമായ ഒരു പ്രവൃത്തിയായി പോയി ഇത്തരം പരിപാടികൾ. ബോധപൂർവം മറ്റുള്ള മതങ്ങളെ അവഹേളിക്കാനായി ഈ മതതീവ്രവാദികൾ നടത്തുന്ന ഇത്തരം കാര്യങ്ങളെ ചെറുക്കേണ്ടത് തന്നെയാണ്. ഹിന്ദു സമൂഹം ഉണരണം, ഒറ്റക്കെട്ടാകണം. അല്ല എങ്കിൽ കേരളം ഇസ്ലാമിക് മതതീവ്രവാദികളുടെ കാൽച്ചുവട്ടിലായി തീരും എന്നുള്ളത് ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി ചില കമൻറ്റുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു ജയൻ നായർ എന്ന ഒരു വ്യക്തി എഴുതിയിരിക്കുകയാണ്, ആ കട അടിച്ചു പൊളിക്കാൻ ഇവിടെ ആമ്പിള്ളേരില്ലായിരുന്നു, ഇനി അവർ ആ കട അവിടെ തുറക്കാൻ സമ്മതിക്കരുത്. മിസ്റ്റർ നായർ, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കളുടെ ഈ ചിന്ത തെറ്റാണ്. നിങ്ങൾ നോക്കിക്കോ, ഇസ്ലാമിക് മതതീവ്രവാദ അനുകൂല ചിന്താഗതിയുള്ള ഈ ഷിയാസ് കരീമിനെ പോലെയുള്ള 100 കണക്കിന് ആളുകൾ ഇനി ആ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കും. ഇത് ഇവരുടെ ഒരു ഐക്യമാണിത്. ബോധപൂർവമായി മറ്റുള്ള മതങ്ങളെ അവഹേളിക്കാൻ വേണ്ടി ഇവർ സംഘടിതമായി ചെയ്യുന്ന പ്രവൃത്തിയാണിത്. അല്ലാതെ ഇവരുടെ അറിവില്ലായ്മയല്ല. ഇവർ ഇനി ആ വ്യക്തിക്ക് സപ്പോർട്ട് കൊടുക്കും. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ബലാത്സംഗമോ പിടിച്ചുപറിയോ മോഷണമോ നടത്തിയാൽ അവനെ സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ ഒരു പെൺകുട്ടിയെ മതം മാറ്റാനുമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ടാണ് 1 കോടി രൂപ അവർ കളക്ട് ചെയ്തെടുത്തു. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും ഇവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ മതസ്നേഹമുള്ളവരോ ആത്മാർത്ഥമുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, 1 ദിവസം കൊണ്ട് 1 കോടി രൂപ അവർ പിരിച്ചെടുത്തു. ഇതാണ് അവരുടെ ആ ഒരു ഐക്യം എന്ന് പറയുന്നത്. ഈ കടയിൽ ഇനി നിങ്ങൾ നോക്കിക്കോ, ഇദ്ദേഹത്തിൻ്റെ ഈ ബിരിയാണി കച്ചവടം ഡബിളാകും. കാരണം എന്താണ്? അവരുടെ ആളുകൾ തന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും, അവിടെ പോയി ബിരിയാണി കഴിക്കും, അല്ലെങ്കിൽ കുഴിമന്തി കഴിക്കും. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യുന്നവരെ ഇവരെ എതിർക്കും, ഇവർ ഒഴിവാക്കുമെന്ന് നമ്മൾ വിചാരിക്കും. ഒരിക്കലുമില്ല. കഞ്ചാവ് കടത്തുന്നവനെയും പെണ്ണ് പിടിക്കുന്നവനെയും ബലാത്സംഗം ചെയ്യുന്നവനെയും ഗുണ്ടായിസം നടത്തുന്നവനെയും ഇപ്പോൾ തന്നെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഈ ഷിയാസ് കരീമിന് അനുകൂലമായി സപ്പോർട്ടുമായി എത്ര പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങളെ ഹൈന്ദവ അല്ലെങ്കിൽ കത്തോലിക്കരുടെ മുഖപത്രമായ ദീപിക അത് മറ്റുള്ളവർ ഇസ്ലാമിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് ബോധ്യം വന്നപ്പോഴാണ് PC ജോർജും ഷോൺ ജോർജും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയത്. പക്ഷേ ഇവർ തന്നെ ഈ കത്തോലിക്ക സഭയിലുള്ള ചില വൈദികരും ബിഷപ്പ്മാരും തന്നെ അവർക്കെതിരാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ചെയ്യുന്ന ഏതൊരു പരിപാടിക്കും സംഘടിതമായി ആളുകളെ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും. കാരണം അടിസ്ഥാനപരമായി അവരുടെ ചിന്ത മറ്റുള്ള മതങ്ങളെ വെറുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഐക്യതപ്പെടുന്നില്ല? ഇനി പോട്ടെ, ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും ഇവിടുത്തെ ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നലെ പാർലമെൻറ്റിൽ നടന്ന ചർച്ച ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അഖിലേഷ് യാദവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആവശ്യപ്പെട്ടത് മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം വേണമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഇവിടെ മുസ്ലിങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയോ? ഹിന്ദുക്കൾ ജീവിക്കണ്ടേ? ക്രിസ്ത്യാനികൾ ജീവിക്കണ്ടേ? ബുദ്ധമതത്തിൽപ്പെട്ടവർ ജീവിക്കണ്ടേ? ജൈനമതത്തിൽപ്പെട്ടവർ ജീവിക്കണ്ടേ? അപ്പോൾ കോൺഗ്രസിൻ്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും ഒരൊറ്റ ചിന്തയുള്ളൂ, മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തണം. മറ്റുള്ളവരുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. പാർലമെൻറ്റിൽ ഇന്നലെ സംസാരിച്ചാണ് അമിത്ഷാ അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. മതാടിസ്ഥാനത്തിലല്ല ഇവിടെ ഈ സംവരണം വയ്ക്കുന്നത് എന്നുള്ളത്. കാരണം ഇത് വളരെ പ്ലാൻ ചെയ്ത് ബോധപൂർവം ചെയ്യുന്ന പരിപാടികളാണ്. നമ്മുടെ ഇന്ത്യയിലെ ഓരോ നീക്കങ്ങളും, പ്രതിപക്ഷത്തിൻ്റെ ഓരോ നീക്കങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുകയാണ് ഈ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഈ കട അടിച്ചു പൊളിക്കാനൊക്കെ പറഞ്ഞാൽ ഈ കടയിൽ ഇനി ആളുകളുടെ എണ്ണം വർദ്ധിക്കും. ഇവിടെ ഇവരുടെ ആളുകൾ തന്നെ പോയി ബിരിയാണിയും കുഴിമന്തിയും കഴിച്ച് ഇദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. വിനോദ്, ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഉള്ളിടത്തോളം കാലം ഹിന്ദുക്കളെ ഈ തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഹിന്ദു ഒരു വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ ഇങ്ങനെ ഇതൊക്കെ ഹിന്ദുക്കൾ സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിച്ച് തകർത്ത് കളയേണ്ടി വരും. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കാം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്കും പിന്നെ ചില വാചകങ്ങൾ ഇത് വായിക്കാൻ കൊള്ളുകയില്ല. അപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ ഉള്ളിടത്തോളം കാലം ഹിന്ദു സമൂഹം എന്നും അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് മിസ്റ്റർ വിനോദ് പറയുന്നത്. മനോജ് ജി, അനുഭവിക്കുക. ഇത് കേരളത്തിൽ ഇതല്ല, ഇതിലപ്പുറവും നടക്കും. കാരണം ഇവിടുത്തെ ഭരിക്കുന്നവർ പോലും ഹിന്ദു വിരുദ്ധ പ്രചാരകരാണ്. പിന്നെ ഈ വ്യക്തിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കും? കാരണം ഭരിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഹിന്ദു വിരുദ്ധരാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ജയദേവ ശർമ്മ, കേരളത്തിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. യു പിയിലായിരുന്നെങ്കിൽ, പിന്നീട് ഈ ഒരു മൃഗത്തിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, ഇവന്മാരെ ഇങ്ങനെ കാണിക്കാൻ ധൈര്യമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദിച്ചത്. ഇനി കരുണാകരൻ പിള്ളൈ, എന്നാൽ ഇനി മുതൽ നബിദിനത്തിൽ മുസ്ലിം മോസ്കിൻ്റെ മുമ്പിൽ പന്നി വെട്ടുന്നതിൻ്റെ പടം വെച്ച് ഒരാശംസ അറിയിക്കാമല്ലോ. കണ്ടോ, ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളാണ്. അവരുടെ പ്രവാചകൻ ഒരു പന്നിയുമായി നിൽക്കുന്നത് ഒരു ഫോട്ടോ വെച്ചാൽ എത്രമാത്രം വികാരമുണ്ടാകും. പക്ഷേ ഹൈന്ദവ മതത്തിലെ ദേവീദേവന്മാരെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ ഇമാർക്ക് യാതൊരു മടിയില്ല. കണ്ടോ, സിന്ധു പന്നിയിറച്ചി മുമ്പിൽ വെച്ച് നബി ആർത്തിയോടെ തിന്നുന്ന ഒരു ഫോട്ടോ ഇടാൻ ഹിന്ദുക്കൾ ഉണ്ടോ? എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വരച്ചിടുമായിരുന്നു. കണ്ടോ, ഒരു സ്ത്രീയാണ്. കണ്ടോ, ഇതുപോലെയുള്ള 100 കണക്കിന് കമൻറ്റുകളാണ് വന്നത്. എന്തായാലും കണ്ടോ, ഇത് തീവ്രവാദികളുടെ പ്രസ്ഥാനമാണ്. കണ്ടോ, പോത്തിനോടും പന്നിയോടും പല കമൻറ്റുകളൊന്നും വായിക്കാൻ കഴിയില്ല. പിന്നെ തെറിയും ചീത്തയും അശ്ലീലങ്ങളും. എന്തുകൊണ്ട് ഈ സമൂഹം വിമർശിക്കപ്പെടുന്നു അത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. മറ്റു മതങ്ങളെ വ്രണപ്പെടുത്തുക എന്നുള്ളതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട പണി. എന്തായാലും ഒരു കാര്യം സത്യമാണ്, കേരളം നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഹൈന്ദവ മതത്തെയും അവരുടെ ദൈവങ്ങളെയും ക്രൈസ്തവ വിശ്വാസിയെയും യേശുക്രിസ്തുവിനെയും അവഹേളിക്കുന്നത് ഇവർക്ക് ഒരു സ്ഥിരം തൊഴിലായി തന്നെ മാറിയിരിക്കുകയാണ്. ഇവരുടെ കുറേ അലവലാദികളായിട്ടുള്ള കുറേ യൂട്യൂബർമാരുണ്ട്. ഞാൻ മുമ്പേ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു. വെറും പക്ക അലവലാദികൾ. ഇവന്മാർ നാഴിക്ക് 40 വട്ടവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഈ മറ്റു മതങ്ങളെ കളിയാക്കിയും വിമർശിച്ചും കൊണ്ടുള്ള വീഡിയോ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി. ഇത് കണ്ടാണ് ഇവരുടെ യങ്സ്റ്റേഴ്സ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റു മതങ്ങളോടുള്ള വിദ്വേഷം ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ മനസ്സിൽ രൂഢകൂലമായിരിക്കുകയാണ്. എന്തായാലും ഹിന്ദു ഉണരുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ കേരളം ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കാൽക്കീഴിലാകും. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇത് പറയാനുള്ളത്. എന്തായാലും ഇത്തരം മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയ, ഇതുപോലെ പോസ്റ്റർ ഇട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്ത്
ജയിലിലടച്ച് ഇവൻ്റെയൊക്കെ കട പൂട്ടി സീൽ ചെയ്ത് പറ്റുമെങ്കിൽ ബുൾഡോസർ വെച്ച് ഇവൻ്റെയൊക്കെ സ്ഥാപനം ഇടിച്ച് നിരത്തി കളയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് യു പിയിലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉള്ളിടത്തോളം കാലം അവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഹിന്ദുക്കൾ എന്നും അപകടത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എന്നും ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ക്രിസ്ത്യാനികൾക്കും ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.